രസകരമായ ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് സ്വന്തം കാര്യങ്ങളൊന്നും തനിയെ ചെയ്യാത്ത ലാളിച്ചു വളർത്തപ്പെട്ട സിയേറ എന്ന പെൺകുട്ടിയിൽ നിന്നുമാണ്. ആഡംബര ജീവിതം ശീലമാക്കിയ അവളെ രാവിലെ ഫോണിലൂടെ വിളിച്ചുറക്കമുണർത്താൻ മാത്രമായി ഒരാൾ ജോലിക്ക് പോലും ഉണ്ടായിരുന്നു. അതിസമ്പന്നയായ സിയേറ അവളുടെ അച്ഛന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലാണ് താമസിക്കുന്നത്. എല്ലാം റിമോട്ട് കൺട്രോൾ വഴി നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു മുറി. അവളുടെ മുറിയിൽ നിന്നുള്ള കാഴ്ച അത്രമേൽ മനം വയ്ക്കുന്ന പ്രകൃതി ഭംഗിയായിരുന്നു. അവൾ തന്റെ അതിസമ്പന്നനായ കാമുകനുമായി ഫോണിൽ സംസാരിച്ചു. അവളുടെ അച്ഛൻ അവൾക്കായി ഒരു ജോലി കണ്ടെത്തിയെന്നും എന്നാൽ അവൾക്കതിൽ താല്പര്യമില്ലെന്നും അവരുടെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡുകളിൽ നിന്നുള്ള മനോഹരവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളുമായി അവളെ ഒരുക്കാൻ അച്ഛൻ ഏർപ്പാടാക്കിയ ഗ്ലാം ടീമിനൊപ്പം അവളുടെ പേഴ്സണൽ അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. സിയേറയെ പോലെ തന്നെ ലാളിച്ചു വളർത്തപ്പെട്ട ടാഡ് എന്ന പേരുള്ള കാമുകനുമായിട്ടായിരുന്നു അവൾ ഫോൺ കോൾ ചെയ്തുകൊണ്ടിരുന്നത്. കോൾ അവസാനിപ്പിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രശസ്ത ഇൻഫ്ലുവൻസർ ആവുക എന്നത് മാത്രമാണ് ടാഡിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അവൻ തന്റെ ജോലിയായിട്ട് സ്വീകരിച്ചിട്ടുള്ളതും. അച്ഛൻ നൽകിയ ജോലി നിരസിക്കാനും പകരം സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവൻ സിയേറയെ ഉപദേശിച്ചു. അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ തന്റെ ഇൻസ്റ്റഗ്രാമിലെ എൻഗേജ്മെന്റ് കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ എന്താ പ്രശ്നമെന്ന് പരിശോധിക്കാൻ അവൻ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. കഥ അവിടെ നിന്നും ജേക്ക് എന്ന യുവാവിലേക്ക് തിരിയുന്നു. നല്ല മൂല്യങ്ങളുള്ള മാന്യമായ ഒരു ജോലിയുള്ള കഠിനാധ്വാനിയായ വ്യക്തിയാണ് ജേക്ക്. ജേക്കിന് സിയേറയുടെ അതിസമ്പന്നനായ അച്ഛനും ഹോട്ടലുടമയുമായ മിസ്റ്റർ ബെൽമോണ്ടുമായെന്ന് ഒരു കൂടിക്കാഴ്ചയുണ്ട്. മിസ്റ്റർ ബെൽമോണ്ട് അന്ന് അവനോട് പറഞ്ഞു, നിനക്കെന്നോട് സംസാരിക്കണമെങ്കിൽ എന്റെ ഒപ്പം സ്കേറ്റ് ചെയ്തെത്തണം. തുടർന്ന് അദ്ദേഹം വേഗത്തിൽ സ്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ജേക്കും അദ്ദേഹത്തിന് പിന്നാലെ വെച്ചുപിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജേക്ക് ധാർമ്മികതയും തത്വങ്ങളുമൊക്കെ പിന്തുടരുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് പ്രായമായ ആ മനുഷ്യന് മുമ്പിൽ തോറ്റുകൊടുക്കാൻ ജേക്ക് തീരുമാനിച്ചു. അദ്ദേഹത്തെ അവൻ ജയിക്കാൻ അനുവദിച്ചു. അവരുടെ സംഭാഷണത്തിനിടയിൽ പാപ്പരത്വത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന തന്റെ ചെറിയ റിസോർട്ടിനെ രക്ഷിക്കാൻ ജേക്ക് മിസ്റ്റർ ബെൽമോണ്ടിനോട് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചു. ചെറിയ പ്രായത്തിൽ കീ ചെയ്യുന്നവർ തന്റെ ചെറിയ റിസോർട്ടിലാണ് പഠിക്കാൻ തുടങ്ങുന്നതെന്നും പക്ഷെ അവർ പ്രൊഫഷണലുകളായി മാറിക്കഴിഞ്ഞാൽ മിസ്റ്റർ ബെൽമോണ്ടിനെ പോലുള്ളവരുടെ വലിയ ആഡംബര റിസോർട്ടിലേക്കാണ് മാറുന്നതെന്നും അവൻ വിശദീകരിച്ചു. തന്റെ ചെറിയ റിസോർട്ട് പൂട്ടിപ്പോയാൽ അതൊടുവിൽ വലിയ ആഡംബര റിസോർട്ടിനെയും ബാധിക്കും എന്നവൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ മിസ്റ്റർ ബെൽമോണ്ട് ആകട്ടെ അതൊക്കെ നിരസിക്കുകയും അവനെ ഒഴിവാക്കി വിടുകയും ചെയ്തു. ആ സമയത്ത് സുന്ദരിയായി ഒരുങ്ങിയിരുന്ന സിയേറ തന്റെ കാമുകനായ ടാഡിനെ കാണാൻ താഴേക്ക് വന്നു. അവൾ വലിയൊരു തൊപ്പിയും വലിയ സൺഗ്ലാസും ധരിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അബദ്ധത്തിൽ ജേക്കിന്റെ മേൽ തട്ടുകയും അവളുടെ അങ്ങേയറ്റം വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ചെറുതായി അഴുക്കാവുകയും ചെയ്തു. സിയേറയ്ക്ക് വലിയ ദേഷ്യം വന്നു. പക്ഷേ ജേക്കുടൻ ക്ഷമ ചോദിച്ച് അവിടുന്ന് പോന്നു. അന്ന് ഉച്ചഭക്ഷണ സമയത്ത് സിയേറ ടാഡിനെ തന്റെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുത്തു. മിസ്റ്റർ ബെൽമോണ്ട് അവന്റെ ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് ചോദിച്ചപ്പോ സിയേറ പെട്ടെന്നത് തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അതൊരു ബിസിനസ് ഒന്നുമല്ല പപ്പ. ടാഡ് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. മിസ്റ്റർ ബെൽമോണ്ടിന് അത് കേട്ട് തീരെ താല്പര്യം തോന്നിയില്ല. എങ്കിലും മകളെ ജീവനതുല്യം സ്നേഹിക്കുന്നത് കൊണ്ടും അവളെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും മകൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ അദ്ദേഹം അനുവദിച്ചു. ജേക്കാകട്ടെ തന്റെ ചെറിയ ഹോട്ടലിൽ തിരിച്ചെത്തുമ്പോ ക്രിസ്മസ് മരത്തിൽ തങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി തൂക്കാൻ പോകുന്ന മകളെയും തന്റെ അമ്മായിയമ്മയെയും കണ്ടു. താൻ പരേതയായ ഭാര്യയോടൊപ്പം ചെയ്യാറുണ്ടായിരുന്ന കാര്യമായിരുന്നു അതെന്നതിനാൽ അവരുടെ കൂടെ അതിൽ കൂടാൻ ജേക്ക് വിസമ്മതിച്ചു. ഇപ്പോൾ അവളില്ലാതെ ആ ആഗ്രഹങ്ങളുടെ മരം സന്ദർശിക്കാൻ അവന് സാധിക്കുന്നേയില്ല. അത് അവനിൽ വേദന നിറയ്ക്കുന്നുണ്ട്. ജേക്ക് തന്റെ ഭാര്യയെ എത്രമാത്രം ആഴത്തിൽ സ്നേഹിച്ചിരുന്നുവെന്ന് അവിടെ നിന്നും വ്യക്തമാകുന്നു. അവളുടെ ആഗ്രഹത്തോടൊപ്പം തനിക്ക് വേണ്ടിയും ഒരു ആഗ്രഹം നേരാൻ ജേക്ക് എന്ന മകളോട് ആവശ്യപ്പെട്ടു. അവന്റെ ദയാലുവായ അമ്മായിയമ്മ വ്യവസായിയായ മിസ്റ്റർ ബെൽമോണ്ടുമായുള്ള കൂടിക്കാഴ്ച എങ്ങനുണ്ടായിരുന്നു എന്ന് അവനോട് ചോദിച്ചു. അത് അവരുടെ അവസാനത്തെ അവസരമായിരുന്നുവെന്നും എന്നാൽ മിസ്റ്റർ ബെൽമോണ്ട് അത് നിരസിച്ചുവെന്നും അവൻ ദുഃഖത്തിൽ അവരോട് പറഞ്ഞു. അതിന്റെ അർത്ഥം അവർ വീണ്ടും കടക്കിണിയിലേക്ക് നീങ്ങുകയാണെന്നാണ്. എപ്പോൾ വേണമെങ്കിലും ബാങ്ക്രപ്റ്റ് ആവാം. ക്ഷമയോടെ ഇരിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം ശരിയാകുമെന്ന് വിശ്വാസമർപ്പിക്കാനും അമ്മായിയമ്മ അവനെ ആശ്വസിപ്പിച്ചു. അതേസമയം ആഡംബരപൂർണമായ ബെൽമോണ്ട് ഹോട്ടലിൽ മിസ്റ്റർ ബെൽമോണ്ട് മകളോട് താൻ ഒരാഴ്ചത്തേക്ക് യാത്ര പോവുകയാണെന്നും അതിനുശേഷം തിരിച്ചെത്തുമെന്നും പറയുന്നത് നമ്മൾ കാണുകയാണ്. അവർ സംസാരിക്കുന്നതിനിടയിൽ അവളുടെ അമ്മയ്ക്കായി അച്ഛൻ വാങ്ങിയ ഒരു സമ്മാനം സിയേറ കയ്യിലെടുത്തു. സിയേറയ്ക്ക് വെറും 5 വയസ്സുള്ളപ്പോ അവളുടെ അമ്മ മരണപ്പെട്ടതായിരുന്നു. അവൾക്കിപ്പോഴും അതൊക്കെ ഓർമ്മയുണ്ടെന്ന കാര്യം ബെൽമോണ്ടിനെ അത്ഭുതപ്പെടുത്തി. തുടർന്ന് അദ്ദേഹം അവളെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, നീ നിന്റെ കാര്യങ്ങൾ നന്നായി നോക്കണേ മോളെ. ഞാൻ ഒരാഴ്ചത്തേക്കേ പോകുന്നുള്ളൂ, പെട്ടെന്ന് തിരിച്ചു വരാം.
കുറച്ചു കഴിഞ്ഞപ്പോ ടാഡ് തന്റെ ആഡംബര കാറിൽ പുറകിലൊരു സ്നോ മൊബൈലും കെട്ടിവലിച്ച് അവിടെ എത്തി. മലമുകളിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ അവൻ സിയറയെയും കൂടെ കൂട്ടി. സിയറ തന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു, എന്നെ ആരും ശല്യപ്പെടുത്താൻ ഞാൻ ഈ നിമിഷം ആഗ്രഹിക്കുന്നില്ല, ആരും എന്റെ കൂടെ വരണ്ട. തുടർന്ന് ആഡംബര കാറിൽ കയറി അവൾ ടാഡിനൊപ്പം യാത്ര തിരിച്ചു. അതേസമയം തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ പണമില്ലാത്തതിനാൽ ജേക്ക് ഒറ്റയ്ക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ തന്റെ ചെറിയ ഹോട്ടലിലെ 2 അതിഥികളെ കൂട്ടി ഒരു ചെറിയ യാത്രക്കിറങ്ങി. ടാഡും സിയറയും അപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തുകയും സ്നോ മൊബൈൽ ഇറക്കി മഞ്ഞിലൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്തു. അവർ ഒടുവിൽ എത്തിച്ചേർന്നതാകട്ടെ അപകടകരമായ ഒരു പ്രദേശത്തായിരുന്നു. ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോ ടാഡ് സിയറയുടെ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങി. കുറച്ച് ചിത്രങ്ങൾ എടുത്ത ശേഷം അവൻ പെട്ടെന്നൊരു മോതിരം പുറത്തെടുത്ത് അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ തന്റെ സോഷ്യൽ മീഡിയയിലെ റീച്ചും എൻഗേജ്മെന്റും കൂട്ടാൻ വേണ്ടി ഒരു വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കാൻ ആ നിമിഷത്തെ ഉപയോഗിക്കുക മാത്രമായിരുന്നു. അതേസമയം ജേക്കിന്റെ മകൾ ക്രിസ്മസ് മരത്തിൽ അവളുടെ ആഗ്രഹം കെട്ടിത്തൂക്കി. അടുത്തുണ്ടായിരുന്ന ഒരു വൃദ്ധൻ അവളെ നോക്കി ഒരു മാന്ത്രിക ആംഗ്യം കാണിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്ന് ആർക്കും കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നേയില്ല. ആ നിമിഷം തന്നെ ടാഡും സിയറയും മലമുകളിലായിരിക്കുമ്പോ ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചു. ആ നിമിഷം മുതൽ എല്ലാം പൂർണ്ണമായി മാറുകയായിരുന്നു. ശക്തമായ കാറ്റിൽ സിയറ മലമുകളിൽ നിന്ന് താഴേക്ക് തെറിച്ചു വീണു. ടാഡും താഴേക്ക് പതിച്ചു. എന്നാൽ സിയറ താഴെ കുരുണ്ടുപോയി. തല ഒരു മരത്തിലിടിക്കുന്നതുവരെ അത് തുടർന്നു. തന്റെ യാത്രക്കിടയിൽ മഞ്ഞിലൊരു മൃതദേഹം കിടക്കുന്നു എന്ന് കരുതിയ ജേക്ക് വണ്ടി നിർത്തി അടുത്തേക്ക് ഓടിച്ചെന്ന് നോക്കി. അപ്പോഴാണ് അത് ബോധരഹിതയായ ഒരു യുവതിയാണെന്ന് അവന് മനസ്സിലാകുന്നത്. അവൻ അവളെ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വെച്ച് അവൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടുവെന്നും സ്വന്തം പേര് പോലും ഓർക്കാൻ കഴിയുന്നില്ലെന്നും ഡോക്ടറിൽ നിന്നും ജേക്ക് തിരിച്ചറിഞ്ഞു. അവൾ ആരാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന യാതൊരുവിധ രേഖയും അവളുടെ പക്കൽ നിന്ന് കണ്ടെത്താനും കഴിഞ്ഞതുമില്ല. അവിടെ എത്തിയ പോലീസ് ഓഫീസർ സിയറയോട് പറഞ്ഞു, ഇപ്പോൾ ക്രിസ്മസ് അവധിക്കാലമായതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ കണ്ടെത്തുക ബുദ്ധിമുട്ടായിരിക്കും. അവധിക്കാലം കഴിയുന്നതുവരെ നിങ്ങൾ ഈ ആശുപത്രിയിൽ തന്നെ തുടരൂ. അതാണ് തൽക്കാലം ഏകവഴി. ഈ സാഹചര്യത്തിൽ പേര് പോലും അറിയാത്ത ആ പെൺകുട്ടിയെ ആശുപത്രിയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വിടുന്നതിന് പകരം തന്റെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ ജേക്ക് തീരുമാനിച്ചു. തന്റെ ആശയം അവളോട് ജേക്ക് പറഞ്ഞു. സാധാരണ ദിനചര്യകളിൽ ഏർപ്പെടുന്നത് അവളുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ സഹായിച്ചേക്കും എന്ന് വ്യക്തമാക്കി ഡോക്ടർ അവളെ അവനോടൊപ്പം പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ജേക്കിന് തിരിച്ചറിയാൻ കഴിയാതിരുന്ന ആ പെൺകുട്ടി അവനോടൊപ്പം പോകാൻ സമ്മതിച്ചു. അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മുമ്പ് അവളുടെ അച്ഛന്റെ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും അവൾ സിയറയാണെന്ന കാര്യം ജേക്ക് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. കാരണമെന്ന് അവൾ മുഖം മറയ്ക്കുന്ന വലിയ തൊപ്പിയും വലിയ സൺഗ്ലാസും ധരിച്ചിരുന്നു. അവൾ അങ്ങനെ ജേക്കിനൊപ്പം അവന്റെ ചെറിയ ഹോട്ടലിലേക്ക് പോയി. അവൻ അവൾക്ക് ധരിക്കാനായി ഉപയോഗിച്ച ചില പഴയ വസ്ത്രങ്ങൾ നൽകി. അവൾ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി പഴയ കുറച്ച് വസ്ത്രങ്ങൾ ധരിച്ചു. അതേസമയം മഞ്ഞു നിറഞ്ഞ കാട്ടിൽ വഴിതെറ്റിയ ടാഡ് ഒടുവിലൊരു ചെറിയ കുടിലെത്തിപ്പെട്ടു. ഉള്ളിലേക്ക് കയറിയ അവൻ അവിടെയുണ്ടായിരുന്ന വിചിത്രനായ ഒരു വൃദ്ധനെ കണ്ട് ഞെട്ടി. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് റാൽഫ് എന്ന പേരുള്ള ആ വൃദ്ധൻ ടാഡിനെ കാപ്പി കുടിക്കാൻ ക്ഷണിച്ചു. പിറ്റേന്ന് രാവിലെ ഉണർന്ന സിയേറ ജനൽ തുറന്നപ്പോ താൻ സാധാരണ കാണാറുള്ള മനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞ കാഴ്ചയ്ക്കപ്പുറം മനുഷ്യരെയായിരുന്നു മുമ്പിൽ കണ്ടത്. അല്പസമയത്തിനു ശേഷം താൻ ആരാണെന്ന് ഓർക്കാൻ അവളൊന്ന് ശ്രമിച്ചു. പക്ഷെ അതിൽ പരാജയപ്പെട്ടു. തുടർന്ന് ജേക്കിന്റെ മകൾ അങ്ങോട്ടേക്ക് വന്ന് തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കെപ്പോഴും പേരില്ലാതെ ഇങ്ങനെ കഴിയാൻ പറ്റില്ലല്ലോ. എന്റെ ടെഡ്ഡി ബെയറുകളുടെ പേരുകളിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. അവൾ കുറച്ച് പേരുകൾ ഇങ്ങനെ ടെഡ്ഡി ബെയറുകൾ നോക്കി വിളിച്ചുകൊണ്ടിരുന്നു. അതിലൊന്ന് സാറ എന്നായിരുന്നു. സിയറക്ക് ആ പേര് ഇഷ്ടപ്പെടുകയും അവൾ ആ പേര് തനിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. പിന്നീട് ജേക്കിന്റെ മകൾക്കൊപ്പം താഴേക്ക് വരുമ്പോ മകൾ അവളെ പരിചയപ്പെടുത്തി. ഞാനിതാ സാറയെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. അങ്ങനെ അവൾ അവർക്ക് സാറയായി മാറി. അവളോട് തങ്ങൾക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കാൻ ജേക്ക് ക്ഷണിച്ചു. എന്നാൽ പ്രഭാത ഭക്ഷണം താൻ തന്നെ ഉണ്ടാക്കാമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. പക്ഷെ അവൾ അതിന് ശ്രമിച്ചപ്പോഴൊക്കെയും പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. അത് കണ്ട് ജേക്ക് പുഞ്ചിരിച്ചോണ്ട് അവളോട് പറഞ്ഞു, നീ മോളുടെ അടുത്ത് പോയിരുന്നു, ബാക്കി ഞാൻ ചെയ്തു തരാം. പ്രഭാത ഭക്ഷണത്തിന് വില കൂടിയ മത്സ്യമുട്ട കഴിക്കാറുണ്ടായിരുന്ന സിയേറ ഇപ്പോൾ പാവപ്പെട്ടവരുടെ ലളിതമായ ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുന്ന സാറിയായി മാറിയിരിക്കുന്നു. അതേസമയം ഹോട്ടലിലാകട്ടെ സിയേറയുടെ അസിസ്റ്റന്റും സെക്യൂരിറ്റി ഗാർഡും അവളെ തിരയുകയായിരുന്നു. അവർ അവളുടെ മുറിയിൽ കയറി ബെഡ് നീറ്റായി വിരിച്ചിരിക്കുന്നത് കണ്ടപ്പോ അസിസ്റ്റന്റ് ഗാർഡിനോട് പറഞ്ഞു, അവൾ തീർച്ചയായിട്ടും ഇവിടെ മടങ്ങിയെത്തിയിട്ടുണ്ടാവില്ല. സിയേറ ഒരിക്കലും സ്വന്തം ബെഡിങ്ങിന് വിരിച്ചിടാറില്ല.
കഥ അവിടെ നിന്ന് വീണ്ടും ടാഡിലേക്ക് തിരിയുന്നു. അവൻ ഇപ്പോഴും ആ വിചിത്രനും എന്നാൽ മാന്യനുമായ മനുഷ്യനോടൊപ്പമാണ്. മഞ്ഞു നിറഞ്ഞ കാട്ടിൽ അവർ വഴിതെറ്റി നടക്കുകയായിരുന്നു. അദുരൂഹനായ മനുഷ്യൻ ടാഡിന് ഒരു കുന്തം നൽകിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ഭക്ഷണം നീ തന്നെ വേട്ടയാടി കണ്ടെത്തിക്കോളണം, ഇല്ലെങ്കിൽ നീ ചത്തുപോകും. തിരികെ കഥ ജേക്കിന്റെ വീട്ടിലേക്ക് വരുന്നു. അവൻ തന്റെ അമ്മായിയമ്മയോട് പറഞ്ഞു, ഒരു വീട്ടുജോലിക്കാരിക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാ എല്ലാ വൃത്തിയാക്കൽ ജോലികളും ചെയ്യുന്നത്. ആ സമയത്ത് സാറ അങ്ങോട്ടേക്ക് വരികയും ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ ദിനചര്യകളിൽപ്പെട്ട എന്തെങ്കിലും ജോലി ചെയ്യാൻ തനിക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. കാരണം അത് ഓർമ്മ വീണ്ടെടുക്കാൻ സഹായിച്ചേക്കാം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ സാറ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അവൾ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. അവൾ വീട് വൃത്തിയാക്കുന്നതിലും കീയിങ് ഉപകരണങ്ങൾ അടുക്കി വെക്കുന്നതിലും വസ്ത്രം കഴുകുന്നതിലും എല്ലാത്തിലും പരാജയപ്പെട്ടു. തുണിയലക്കുമ്പോ അവൾ ഒരു വലിയ ഡബ്ബ ഡിറ്റർജന്റ് മുഴുവനായി വാഷിംഗ് മെഷീനിലേക്ക് ഇടുകയായിരുന്നു ചെയ്തത്. പിന്നീട് അവൾ ജേക്കിന്റെ മകളുടെ മുറിയിൽ പ്രവേശിച്ച് ആ കൊച്ചുകുട്ടിയുടെ മുടി ചീകി കൊടുക്കാൻ സഹായിച്ചു. ആ നിമിഷത്തിൽ താൻ ചെറുതായിരുന്നപ്പോ അമ്മ തന്നോട് പറയാറുണ്ടായിരുന്ന ആ ഒരു ചൊല്ല് സാറ പെട്ടെന്നോർത്തു. സാറയും ജേക്കിന്റെ മകളും ഒരുപോലെ ആവേശഭരിതരായി. കാരണം അവൾക്ക് തിരികെ കിട്ടുന്ന ആദ്യത്തെ ഓർമ്മയായിരുന്നു അത്. പക്ഷേ അപ്പോഴാണ് ജേക്ക് ആ കാഴ്ച കണ്ടത്. അലക്കുന്നയിടം ആകെ അലങ്കോലമായി മാറിയിരിക്കുന്നു. സാറ അങ്ങോട്ടേക്ക് എത്തിയപ്പോ ജേക്ക് സാറയ്ക്ക് നേരെ ദേഷ്യപ്പെട്ടു. അതവളെ ആഴത്തിൽ വിഷമിപ്പിച്ചു. അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അവൾ പുറത്തു നിൽക്കുന്ന കുതിരയുടെ അടുത്തേക്ക് പോയി സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ എല്ലാ കാര്യത്തിലും ഒരു പരാജയമാണ്. എങ്കിലും വിറക് ശേഖരിക്കാൻ ഞാൻ പോയൊന്ന് ശ്രമിച്ചു നോക്കാം. അകത്തുണ്ടായിരുന്ന ജേക്ക് അത് കേട്ടു. അവൾ പുറത്തു പോയി വിറക് ശേഖരിക്കുമ്പോ കാല് തട്ടി താഴെ വീണു. ജേക്ക് അവളെ സഹായിക്കാൻ ഓടിയെത്തി. അതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ അവൻ തന്നോടും മകളോടുമൊപ്പം ക്രിസ്മസ് മാർക്കറ്റ് സന്ദർശിക്കാനും ആഘോഷത്തിൽ പങ്കെടുക്കാനും വരാനും അവളോട് നിർദ്ദേശിച്ചു. സാറ അതിന് സമ്മതിക്കുകയും അവർക്കൊപ്പം ചേരുകയും ചെയ്തു. ആ സ്ഥലത്തിന്റെ ഭംഗി അവളെ പൂർണ്ണമായും ആകർഷിച്ചിരുന്നു. അവൾ ജേക്കിനോട് പറഞ്ഞു, ഞാൻ മുമ്പ് ഒരിക്കലും ഇവിടെ വന്നതായി ഓർക്കുന്നില്ല. അവർ സംസാരിക്കുന്നതിനിടയിൽ ജേക്ക് തന്റെ മനസ്സ് തുറന്നു. തന്റെ ഭാര്യ പണ്ടേ മരിച്ചുപോയതാണെന്നും ഇപ്പോൾ തങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും അതിനാൽ ഹോട്ടൽ വിൽക്കേണ്ടി വന്നേക്കാമെന്നും അവൻ പറഞ്ഞു. ആ ഹോട്ടൽ അവന്റെ പരേതയായ ഭാര്യയുടെ അച്ഛൻ അവർക്ക് വിവാഹ സമ്മാനമായി നൽകിയതായിരുന്നു. 3 തലമുറകളായി അവളുടെ കുടുംബത്തിന്റെ കൈവശമിരുന്നതാണ് ആ ഹോട്ടൽ. താൻ ആ സ്ഥലത്തെ അത്രയധികം സ്നേഹിച്ചു പോയെന്നും അത് നഷ്ടപ്പെടുന്നത് താങ്ങാൻ കഴിയുന്നില്ലെന്നും അവനെന്ന് സാറയോട് കൂട്ടിച്ചേർത്തു. കുറച്ചു കഴിഞ്ഞപ്പോ ജേക്കിന്റെ മകൾ അവരെ വിളിച്ചു. അവിടെയുണ്ടായിരുന്ന ഒരു വൃദ്ധൻ മിസ്റ്റർ ബെൽമോണ്ട് പണ്ട് അവളുടെ അമ്മയ്ക്കായി വാങ്ങിയ സമ്മാനം പോലെ തോന്നിക്കുന്ന ഒരു സാധനം സാറയെ കാണിച്ചു. ജേക്ക് അത് അവൾക്കായി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. തുടർന്ന് അവരെല്ലാവരും നഗരത്തിലെ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് നീങ്ങി. നഗരത്തിലെ മേയർ ഹൃദയസ്പർശിയായ ഒരു പ്രസംഗം നടത്തി. തുടർന്ന് കരിമരുന്ന് പ്രയോഗം ആരംഭിച്ചു. അവർ ജേക്കിന്റെ ചെറിയ റിസോർട്ടിൽ തിരിച്ചെത്തിയപ്പോ ജേക്ക് സാറയോട് സംസാരിച്ചു. ആ സ്നോ ഗ്ലോബ് കണ്ടപ്പോ നിനക്കെന്തോ ഓർമ്മ വന്നതായി എനിക്ക് തോന്നി. അവൾ പറഞ്ഞു, ഞാൻ എന്റെ അമ്മയെ ഓർത്തു. പക്ഷെ അതൊരു മങ്ങിയ ഓർമ്മ മാത്രമായിരുന്നു. അവൾ പിന്നീട് ജേക്കിനടുത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞു, നമ്മൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നിങ്ങളെപ്പോലെയുള്ള ഒരാളെ ഞാൻ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ അത് ഓർക്കുമായിരുന്നു. ജേക്ക് അവളെ സ്നേഹത്തോടെ നോക്കി. പിന്നീട് അങ്ങോട്ടേക്ക് സാറ രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും സ്വന്തമായി ബെഡ് വിരിക്കാനും തുടങ്ങി. കൂടാതെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നതിലും അവൾ പതിയെ മിടുക്കിയായി മാറി. അവളിപ്പോൾ ജേക്കിന്റെ കുടുംബത്തോടൊപ്പം സന്തോഷകരവും സമാധാനപരവുമായ ജീവിതവുമാണ് നയിക്കുന്നത്. ഒരു ദിവസം അവർ ഒന്നിച്ച് സ്കീയിങ് നടത്തുമ്പോ സാറയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ജേക്ക് വേഗത്തിൽ അവൾക്ക് പിന്നാലെ പാഞ്ഞെത്തി അവളുടെ ജീവൻ രക്ഷിച്ചു. മറ്റൊരു ദിവസം സാറ ജേക്കിന്റെ അമ്മായിയമ്മയുടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോ അവരുടെ ഹോട്ടലിൽ താമസിച്ചിട്ടുള്ള എല്ലാ അതിഥികളുടെയും ചിത്രങ്ങളും കുറിപ്പുകളും അടങ്ങിയ മെമ്മറി ബുക്ക് അവർ മറച്ചു നോക്കുകയായിരുന്നു. കടക്കിണി കാരണം ആ സ്ഥലം നഷ്ടപ്പെടുമെന്നോർത്ത് ആ പ്രായമായ സ്ത്രീ സങ്കടപ്പെടുന്നുണ്ടെന്ന് വ്യക്തമാണ്. അവർ ആ പുസ്തകം സാറയെ കാണിച്ച് അത് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കിത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞ് ഓഫീസിൽ തന്നെ തിരികെ വെക്കണം. പിന്നീട് സാറ അത് തിരികെ വെക്കാൻ പോകുമ്പോ മരത്തിൽ തൂക്കാനുള്ള ചെറിയൊരു അലങ്കാര വസ്തു കണ്ടു. ഒരു ചെറിയ വധുവിന്റെ രൂപം. ജേക്ക് അകത്തേക്ക് വന്നപ്പോ അവള് ചോദിച്ചു, നിങ്ങളെന്താ ഇത് ക്രിസ്മസ് ട്രീയിൽ തൂക്കാതിരുന്നത്? അവൻ അവളോട് പറഞ്ഞു, ഞാനും എന്റെ ഭാര്യയും ഒരുമിച്ച് വാങ്ങിയതാണ് അത്. എന്നാൽ അവൾ മരിച്ച ശേഷം എനിക്കതവിടെ തൂക്കാൻ തോന്നിയില്ല. തുടർന്ന് പാവപ്പെട്ട കുടുംബങ്ങൾക്കായി നടത്തുന്ന ചാരിറ്റി ആഘോഷമായ ടോയ് ഡ്രൈവ് പരിപാടിക്ക് താൻ പോവുകയാണ് എന്നവൻ അവളോട് പറഞ്ഞു. സ്വന്തം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ജേക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നത് കണ്ട് സാറയുടെ മനസ്സലിഞ്ഞു. അവൾ അവനോടൊപ്പം പോകാൻ തീരുമാനിച്ചു.
ആ ചടങ്ങിൽ വെച്ച് ക്രിസ്മസ് ലൈറ്റുകൾ ധരിച്ച് ഒരു സ്ത്രീ സാറയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവിടെയുള്ളവരിൽ വെച്ച് ഏറ്റവും ദയുള്ള മനുഷ്യരിൽ ഒരാളാ ജേക്ക്. അവന്റെ സഹായമില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഈ ചാരിറ്റി പ്രസ്ഥാനം പണ്ടേ പൂട്ടിപ്പോയേനെ. അവനെല്ലാവരെയും സഹായിക്കുകയും എണ്ണമറ്റ സംഘടനകൾക്ക് സംഭാവന നൽകുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. അവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ വികാരങ്ങൾ അതിന്റെ അത്യുന്നതിയിൽ എത്തിയിരുന്നു. അന്തരീക്ഷത്തിൽ പ്രണയം നിറഞ്ഞു നിന്നു. അവർ ചുംബിക്കാൻ തുടങ്ങുന്ന നിമിഷത്തിൽ മാന്യനായ ജേക്ക് പുറകോട്ടു മാറി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരുപക്ഷെ നമ്മളിത് ചെയ്യാൻ പാടില്ലായിരിക്കാം. നീ ചിലപ്പോൾ മുമ്പേ വിവാഹ നിശ്ചയം വിവാഹം കഴിഞ്ഞവളോ ആയിരിക്കാം. ജേക്കിന്റെ ആ മാന്യതയെ അഭിനന്ദിച്ചുകൊണ്ട് സാറ മുകളിലേക്ക് പോയി ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ അവരുടെ ഹോട്ടൽ ബാങ്ക്രപ്റ്റ് ആവുന്നതിൽ നിന്ന് രക്ഷിക്കാൻ തനിക്കൊരാശയമുണ്ടെന്ന് അവൾ ജേക്കിന്റെ അമ്മായിയമ്മയോട് പറഞ്ഞു. മുമ്പ് അവിടെ താമസിച്ചിട്ടുള്ള എല്ലാ അതിഥികളുമായും ബന്ധപ്പെടുകയും അവരോട് സംഭാവന അഭ്യർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് അവളുടെ ആശയം. ജേക്ക് അതറിഞ്ഞപ്പോ അവൻ ഉടൻ തന്നെ അത് നിരസിച്ചു. കാരണം ഒരിക്കലും ദാനമൊന്നും സ്വീകരിക്കാത്ത അഭിമാനിയായ ഒരു മനുഷ്യനായിരുന്നു അവൻ. സാറയ്ക്ക് വാശിയോടുകൂടിയുള്ള അവന്റെ ആ തീരുമാനത്തിൽ വല്ലാത്ത ദേഷ്യം വന്നു. അവൾ അവനോട് തട്ടിക്കയറി. പിന്നീട് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ജേക്ക് അവളെ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇടയ്ക്ക് വെച്ച് അത് നിർത്തി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് പോന്നു. പിന്നീട് അമ്മായിയമ്മ അവന്റെ ഓഫീസിലേക്ക് ചെന്ന് അവനോട് ശാന്തമായി പറഞ്ഞു, നീ ഒരു നല്ല മനുഷ്യനാണ് ജേക്ക്. പക്ഷേ നീ നിന്റെ ഹൃദയം ഇങ്ങനെ അടച്ചു കളയരുത്. എന്റെ മകൾക്ക് ശേഷം വീണ്ടും നീ ഒരാളെ സ്നേഹിക്കണം. മോനെ, നിന്റെ ജീവിതം നീ ജീവിക്കണം. എനിക്ക് നിന്നോടൊരു ദേഷ്യവുമില്ല. അതേസമയം സാറ അവിടുന്ന് പോകാൻ തീരുമാനിക്കുന്നുവെങ്കിലും ജേക്കിന്റെ മകൾ അവളെ തടയാൻ നോക്കി. ഒടുവിൽ സാറ പോകുന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറി. ജേക്ക് ഒടുവിൽ അവനും അവന്റെ മുൻഭാര്യയും മേടിച്ച് ആ വധുവിന്റെ അലങ്കാര വസ്തു ക്രിസ്മസ് മരത്തിൽ തൂക്കി. അതവൻ തന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും മാറ്റി മുന്നോട്ടു പോകാൻ തയ്യാറാണ് എന്നതിന്റെ സൂചന കൂടിയായിരുന്നു. അവർ ക്രിസ്മസ് തലേന്നുള്ള പാർട്ടിക്കായി ക്ഷണക്കത്തുകൾ അച്ചടിക്കാൻ തുടങ്ങി. സാറയുടെ ആ ആശയം ജേക്ക് സ്വീകരിച്ചിരുന്നു. പാർട്ടിക്കായി അവൻ ക്ഷണിക്കാൻ പോകുന്നത് മുമ്പതേ ഹോട്ടലിൽ താമസിച്ചിട്ടുള്ള ലോയൽ കസ്റ്റമേഴ്സിനെയാണ്. ഇതേസമയം കാടിനകത്ത് ടാഡ് അപ്പോഴും തന്നെ രക്ഷിച്ച മനുഷ്യനോടൊപ്പമായിരുന്നു. ആ മനുഷ്യൻ ടാഡിനോട് പറഞ്ഞു, നീ കാടിനകത്തെ സർവൈവിംഗ് സ്കില്ലുകളെ കുറിച്ചൊരു ബ്ലോഗ് തുടങ്ങിയ നീ പ്രശസ്തനാകും. അതേസമയം മിസ്റ്റർ ബെൽമോണ്ട് ആകട്ടെ തന്റെ ഹോട്ടലിൽ മടങ്ങിയെത്തിയിരുന്നു. തന്റെ മകൾ സിയേറ കാണാതായെന്ന വിവരമറിഞ്ഞ് അദ്ദേഹം വലിയ ദേഷ്യത്തിലാണ്. അസിസ്റ്റന്റിനോട് അയാൾ തട്ടിക്കയറി. അവളെ ഉടൻ തന്നെ കണ്ടെത്താനും പോലീസിൽ വിവരമറിയിക്കാനും അദ്ദേഹം ഉത്തരവിട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ തന്നെ രക്ഷിച്ച മനുഷ്യന്റെ കാറിൽ ടാഡ് വെച്ചിരുന്നൊരു കുറിപ്പ് പോലീസ് ഓഫീസർ കണ്ടെത്തി. ഉടൻ അവർ കണ്ടെത്തപ്പെടും എന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് സാറിയാകട്ടെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. തന്റെ പക്കലുള്ള വസ്ത്രങ്ങളൊക്കെ പഴയതായതുകൊണ്ട് അന്ന് നടക്കാൻ പോകുന്ന ക്രിസ്മസ് പാർട്ടിയിൽ എന്ത് ധരിക്കണം എന്നറിയാതെ അവൾ ആശയക്കുഴപ്പത്തിലായിരുന്നു. ആ സമയം ജേക്കിന്റെ അമ്മായിയമ്മ മനോഹരമായ ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് വന്നു. അവൾക്കൊരു സുന്ദരമായ വസ്ത്രം സമ്മാനിച്ചു. അതേസമയം പോലീസ് സ്റ്റേഷനിൽ മിസ്റ്റർ ബെൽമോണ്ട് ഇരിക്കുമ്പോ ടാഡ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് കടന്നു വന്നു. മിസ്റ്റർ ബെൽമോണ്ട് ഉടൻ തന്നെ തന്റെ മകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. നടന്ന കാര്യങ്ങൾ ടാഡ് അദ്ദേഹത്തോട് വിശദീകരിച്ചു. അവരുടെ സംഭാഷണം മുഴുവനായും കേട്ട് ഓഫീസർ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, നിങ്ങളുടെ മകൾ എവിടുണ്ടെന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ടറിയാം. തിരികെ ചെറിയ ഹോട്ടലിൽ സാറ വസ്ത്രം ധരിച്ച് ഗോവണിപ്പടികൾ ഇറങ്ങി വന്നു. ചുവന്ന വസ്ത്രത്തിൽ അവൾ അതിഗംഭീരമായി കാണപ്പെട്ടിരുന്നു. ജേക്ക് കണ്ണെടുക്കാതെ അവളെ തന്നെ കുറച്ചുനേരം നോക്കി നിന്നു. പിന്നീട് അവർ പാർട്ടിക്കായി പോയി. ആ ചെറിയിടത്ത് അവർ ഒരുമിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. അന്തരീക്ഷം മുഴുവൻ ഊഷ്മളതയും ശാന്തമായ സന്തോഷവും കൊണ്ട് നിറഞ്ഞിരുന്നു. പെട്ടെന്ന് നഗരത്തിലെ മേയർ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നു. പിന്നാലെ ഞാനിവിടെ ഒറ്റയ്ക്കല്ല വന്നത് എന്ന് പറയുകയും ചെയ്തു. തൊട്ടുപുറകെ മുമ്പ് ജേക്കിന്റെ ഹോട്ടലിൽ താമസിച്ചിട്ടുള്ള പഴയ അതിഥികൾ അകത്തേക്ക് പ്രവേശിച്ചു. അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ജേക്കും കുടുംബവും എല്ലാവരെയും സ്വീകരിക്കുകയും പാർട്ടി ആരംഭിക്കുകയും ചെയ്തു. കുറച്ച് ആഘോഷങ്ങൾക്കും ഭക്ഷണത്തിനുമൊക്കെ ശേഷം അതിഥികളെ സ്വാഗതം ചെയ്യാനും സംസാരിക്കാനുമായി ജേക്ക് വേദിയിലേക്ക് കയറി. പക്ഷേ അവർക്ക് മുമ്പിൽ അഭ്യർത്ഥിക്കാനും കാര്യങ്ങൾ തുറന്നു പറയാനും അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ മടിച്ചു നിന്നു. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ സഹായിച്ചൊരു വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്ന് സംഭാവന സ്വീകരിക്കാൻ സാധിക്കുന്നേയില്ല. അതിഥികളിൽ ഒരാൾക്ക് അത് മനസ്സിലായി. അയാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ഇവിടെ വന്നതാണ്. അന്ന് നിങ്ങൾ എന്റെ മകനെ സൗജന്യമായി സ്കീയിങ് പഠിപ്പിച്ചു. നിങ്ങൾ ദയവായി എന്റെ ഈ ചെക്ക് സ്വീകരിക്കണം. തുടർന്ന് മറ്റൊരു ദമ്പതികളും മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞങ്ങളുടെ ഹണിമൂണിനായി ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു. അന്ന് നിങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ നൽകി. ഇപ്പോൾ ഞങ്ങൾ നല്ല നിലയിലാണ്. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. തുടർന്ന് മേയർ തന്നെ സംഭാവന നൽകി. വൈകാതെ എല്ലാ അതിഥികളും തങ്ങളുടെ പിന്തുണയും
പിന്തുണയും സംഭാവനകളും നൽകി ഒപ്പം ചേർന്നു. ജേക്കിന്റെ മകളും അമ്മായിയമ്മയും ഏറെ സന്തോഷിച്ചിരുന്നു. അവർ അതീവ സന്തോഷിതരും ആഴത്തിൽ വികാരാധീനരുമായി മാറി. അതിനുശേഷം ജേക്ക് സാറി എല്ലാവർക്കും പരിചയപ്പെടുത്തി. തന്റെ ജീവിതം മാറ്റിമറിച്ച സ്ത്രീയെന്ന് അവളെ അഭിമാനത്തോടെ വിളിച്ചുകൊണ്ട് അവൻ അവളെക്കുറിച്ച് ഹൃദയസ്പർശിയായ ചില വാക്കുകൾ പറയാൻ തുടങ്ങി. അപ്പോഴാണ് അവളുടെ പ്രതിശ്രുതവരൻ ടാഡും അച്ഛനും അങ്ങോട്ടേക്ക് വന്നെത്തുന്നത്. അതോടെ ആ മനോഹര നിമിഷം തടസ്സപ്പെട്ടു. അവർ അവളെ സിയേറ എന്ന് വിളിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് തന്റെ യഥാർത്ഥ പേര് ഓർമ്മ വന്നു. തുടർന്ന് ടാഡ് തന്റെ പേര് പറയുകയും വിവാഹ നിശ്ചയ മോതിരത്തെക്കുറിച്ച് അവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതോടെ എല്ലാ ഓർമ്മകളും അവളുടെ മനസ്സിലേക്ക് ഇരച്ചെത്തി. അവൾ ജേക്കിനെ നോക്കി പറഞ്ഞു, അതെ, ഞാൻ മലമുകളിൽ നിന്ന് വീണിരുന്നു. നിങ്ങളാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. മിസ്റ്റർ ബെൽമോൺ മകളെ രക്ഷിച്ചതിന് ജേക്കിനോട് ആഴത്തിൽ നന്ദി അറിയിച്ചു. സിയേറയും അവനോട് നന്ദി പറഞ്ഞ ശേഷം അച്ഛനും ടാഡിനുമൊപ്പം അവിടെ നിന്ന് പോയി. ജേക്കും അവന്റെ അമ്മായിയമ്മയും മകളും സംഭവിച്ചതോർത്ത് വല്ലാതെ സങ്കടപ്പെട്ടു. പശ്ചാത്തലത്തിൽ പ്ലേ ചെയ്തിരുന്ന ആ വികാരനിർഭരമായ ഗാനം ചിലരുടെയെങ്കിലും കണ്ണു നിറയിച്ചിരുന്നു. സിയേറ തന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ ജേക്കിനൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവൾക്ക് നിർത്താൻ സാധിച്ചില്ല. ഓരോ പുഞ്ചിരിയും ഓരോ മനോഹരമായ ഓർമ്മയും അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ പേഴ്സണൽ അസിസ്റ്റന്റ് അന്നകത്തേക്ക് വരുമ്പോ സിയേറ സ്വന്തമായി ബെഡ് വിരിച്ചിരുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. അവളുടെ അച്ഛൻ ഏർപ്പാടാക്കിയ പത്രസമ്മേളനത്തിനായി അവൾക്ക് ആഡംബര വസ്ത്രങ്ങൾ നൽകിയപ്പോ അവൾ പറഞ്ഞു, വേണ്ട, ഞാൻ ലളിതമായ വസ്ത്രങ്ങളെ ധരിക്കുന്നുള്ളൂ. പ്രഭാത ഭക്ഷണത്തിന് കാവിയാർ വേണോ എന്നവർ ചോദിച്ചപ്പോ അതൊന്നും വേണ്ടെന്നും എന്റെ ഭക്ഷണം ഞാനുണ്ടാക്കിക്കോളാം എന്നും അവൾ മറുപടി പറഞ്ഞു. തുടർന്നവൾ അടുക്കളയിൽ പോയി മുമ്പ് ജേക്കിൽ നിന്നും കുടുംബത്തിൽ നിന്നും പഠിച്ച അതേ ഭക്ഷണം പാകം ചെയ്തു. പിന്നീട് ജേക്കും കുടുംബവും സിയേറയുടെ പത്രസമ്മേളനം കാണുകയായിരുന്നു. വേദിയിൽ വെച്ച് സിയേറ പറഞ്ഞു, ഞാൻ നോർത്ത് സ്റ്റാർ ഇന്നിലെ ജേക്കിനോടും കുടുംബത്തോടും ഒരുപാട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അവരാണ് എന്നെ രക്ഷിച്ചതും എനിക്ക് സുഖം പ്രാപിക്കുന്നതുവരെ താമസിക്കാൻ ഒരിടം നൽകുകയും ചെയ്തത്. അവരുടെ മനോഹരമായ റിസോർട്ടിൽ സമയം ചെലവഴിക്കാൻ ഞാൻ ഏവർക്കും ശക്തമായി ശുപാർശ ചെയ്യുന്നു. സിയേറയുടെ ആ വാക്കുകൾ ജേക്കിന്റെ ചെറിയ ഹോട്ടലിന് വലിയൊരു പബ്ലിസിറ്റി നൽകി. സിയേറ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളുടെ മകളാണല്ലോ. അവളാണത് പറഞ്ഞിരിക്കുന്നത്. ആ സമയമാണ് സിയേറയുടെ പ്രതിശ്രുതവരൻ താനിനി മുതൽ അവൾക്കൊപ്പമായിരിക്കും യാത്ര ചെയ്യുക എന്ന് പ്രഖ്യാപിച്ച് മുമ്പോട്ടേക്ക് വന്നത്. ജേക്ക് അത് കണ്ട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. അവന്റെ മകൾ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എനിക്കായി ഇതുവരെ ഒരു ക്രിസ്മസ് ആഗ്രഹവും നേർന്നിട്ടില്ല. അച്ഛൻ ഞങ്ങളെ സ്നേഹിക്കുന്ന പോലെ അച്ഛനെ സ്നേഹിക്കുന്ന ഒരാൾ വേണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അച്ഛനെയും സിയേറയെയും ഒരുമിച്ച് കണ്ടപ്പോ എന്റെ ആഗ്രഹം സഫലമായെന്ന് ഞാൻ കരുതി. പക്ഷേ അവളുടെ ആ വാക്കുകൾ ജേക്കിന് വല്ലാത്തൊരു ഉണർവ് നൽകി. സിയേറയ്ക്കടുക്കൽ തന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ അവൻ ചിന്തിച്ചു. ആവേശത്തോടെ സിയേറ പോകുന്നതിനു മുമ്പ് അവളെ കാണാൻ ജേക്ക് പുറപ്പെട്ടു. ഹോട്ടലിൽ വെച്ച് സിയേറയാകട്ടെ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു. അച്ഛൻ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ തനിക്ക് സാധിക്കില്ലെന്നും എനിക്കിഷ്ടമുള്ള ഒരു ജോലി ചെയ്യാൻ താൻ പോവുകയാണെന്നും അവൾ പറഞ്ഞു. അവളുടെ അച്ഛൻ അത് കേട്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, നിന്നെ സന്തോഷിപ്പിക്കുന്നത് എന്താണോ അത് നീ ചെയ്താൽ മതി. അതേസമയം ജേക്കിന്റെ ഹോട്ടലിൽ അവന്റെ അമ്മായിയമ്മയ്ക്ക് നിർത്താതെയുള്ള ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ബുക്കിങ്ങിനായി ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സിയേറ നൽകിയ പബ്ലിസിറ്റി കാരണം അവരുടെ ഹോട്ടൽ ഫേമസ് ആയി കഴിഞ്ഞിരുന്നു. യാത്രയ്ക്ക് തൊട്ടുമുമ്പ് സിയേറ ടാഡിനെ കാണുമ്പോ അവനോട് പറഞ്ഞു, ടാഡ്, എനിക്ക് നീ മാപ്പ് തരണം. നിന്റെ കൂടെ യാത്രയ്ക്കൊന്നും വരാൻ എനിക്ക് കഴിയില്ല. ഈ ബന്ധം തുടരാനും എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോൾ എന്നെ തിരിച്ചറിയുന്നുണ്ട്. തന്റെ സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടാൻ വേണ്ടി ഈ ബ്രേക്കപ്പിനെ കുറിച്ച് പോസ്റ്റ് ചെയ്തോട്ടെ എന്നായിരുന്നു ടാഡാകെ ചോദിച്ചത്. അവൻ ആ ബ്രേക്കപ്പിൽ തെല്ലും വിഷമമേ ഉണ്ടായിരുന്നില്ല. ജേക്കൊടുവിൽ അവിടെ എത്തിയപ്പോ സിയേറ അവിടെ നിന്ന് പോയിട്ടില്ലെന്ന് അവൻ കണ്ടു. അവൾ അവനോട് പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. തുടർന്ന് അവൾ ചോദിച്ചു, നിങ്ങളിപ്പോ ഇവിടെ എന്താ ചെയ്യുന്നത് ജേക്ക്? അവൻ മറുപടി നൽകി, നീ കാരണം എന്റെ ഹോട്ടലിന് മുഴുവനായും ബുക്കിംഗ് കിട്ടി. ഞാൻ നന്ദി പറയാൻ വന്നതാണ്. അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു, ഇപ്പോ ഹോട്ടലിലെ തിരക്കൊക്കെ കൂടിയില്ലേ? കൂടുതൽ ജോലിയും വന്നു കാണുമല്ലോ. അത്രയും ജോലിയുള്ളപ്പോ നിങ്ങളെ സഹായിക്കാൻ ഒരാളെ ആവശ്യമില്ലേ? എന്നെ അതിന് കൂട്ടുമോ? ജേക്ക് സമ്മതിച്ചു. അവള് കൂട്ടിച്ചേർത്തു, ആ ഹോട്ടൽ മാത്രമല്ല, നിങ്ങളുടെ റിസോർട്ട് മുഴുവൻ നവീകരിക്കാൻ എന്റെ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. ആ സമയം മിസ്റ്റർ ബെൽമോൺ ജേക്കിന്റെ മകളോടൊപ്പം അങ്ങോട്ടേക്ക് എത്തി. ജേക്കും സിയേറയും ഒന്നിക്കുമെന്നും സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ടു പോകുമെന്നും സൂചിപ്പിച്ചുകൊണ്ട് ചലച്ചിത്രം അവിടെ അവസാനിക്കുന്നു. രസകരമായ ഈ സിനിമ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.